Hello friends, welcome back to my new video. So guys, നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വിൻഡോസ് 10 എങ്ങനെ നമ്മുടെ PC-യിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അടിപോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മുടെ ഇടയിൽ ഇഷ്ടംപോലെ പേര് സ്വന്തമായിട്ട് PC ബിൽഡപ്പ് ചെയ്യുന്നവരും അതുപോലെ തന്നെ വിൻഡോസ് 8 9 ഒക്കെ ഉപയോഗിക്കുന്നവർക്കുണ്ടാവും. അപ്പോൾ ഇവരെല്ലാവരും വിൻഡോസ് 10 ചേഞ്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രഷ് പീസിൽ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും ഓരോ കമ്പ്യൂട്ടർ ഡീലേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അവർ പൈസ കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങുന്നുണ്ടാവുക. സോ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ സ്റ്റെപ്സ് വെച്ച് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അത്രയും പൈസ ലാഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നമ്മുടെ PC-യിൽ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളൊരു ഷോപ്പിൽ പോകുകയാണെങ്കിൽ മിനിമം അവരൊരു 500 രൂപയെങ്കിലും മിനിമം വാങ്ങിയിട്ടുണ്ട് ഈ ഒരു വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ബട്ട് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് വഴി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ ലാഭത്തോടു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ PC-യിൽ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നൊരു USB-യിൽ ഫയൽ കയറ്റിയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ വേറൊരു ആപ്ലിക്കേഷൻ വഴി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മളോട് ചെയ്യാനായിട്ട് പോകുന്നത് USB-യിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് USB-യിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ PC-യിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളവിടെ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യാനായിട്ട് നമുക്ക് 2-3 കമ്പോണൻസിൻ്റെ ആവശ്യമുണ്ട്. അതായത് ഒരു നെറ്റ്വർക്ക് കണക്ഷനും അതുപോലെ തന്നെ ഒരു USB-യും തന്നെ ഒരു PC-യാണ് നമ്മളിതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വിൻഡോസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ബ്രൗസർ എടുത്തിട്ട് വിൻഡോസ് 10 എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് വിൻഡോസ്, അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് മൈക്രോസോഫ്റ്റ് എന്ന് കാണാം. നമ്മളിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ വിൻഡോസ് 10, വിൻഡോസ് 8.1, വിൻഡോസ് 7 എന്ന് കാണാം. നമ്മൾ വിൻഡോസ് 10 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം, അപ്ഡേറ്റ് നൗ അതുപോലെ തന്നെ ഡൗൺലോഡ് ടൂൾ എന്നും കാണാം. അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യൂസ് ചെയ്തിരിക്കുന്ന PC നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മാത്രം പറ്റുള്ളൂ. ഡൗൺലോഡ് ടൂൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു USB ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ PC-യിൽ ഒരു ഫ്രഷ് PC-യിൽ നമുക്കതിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഡൗൺലോഡ് ടൂൾ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ യെസും ക്ലിക്ക് ചെയ്യുക. ഇതിനോട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു അപ്ഡേറ്റ് ആണ്. രണ്ടാമത്തെ ഒരു USB ഉണ്ടെങ്കിൽ USB-യിൽ കണക്ട് ചെയ്തിട്ട് അതിൽ ഡൗൺലോഡ് ചെയ്യലാണ്. അപ്പോൾ ഞാനിപ്പോൾ USB-യിൽ ക്ലിക്ക് ചെയ്യാണ്. അതായിരിക്കും ഏറ്റവും നല്ലത് ചെയ്യുന്നത്. ഒരു USB വഴി ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. DVD ഒക്കെ ആണെങ്കിൽ മാത്രം സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ USB കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്പർ അപ്പോൾ തന്നെ അത് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമ്മളോട് വിൻഡോസ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത കാരണം കൊണ്ട് ഞാനത് ക്ലിക്ക് ചെയ്യുന്നില്ല. ഞാൻ നേരെ നെക്സ്റ്റ് അടിക്കുകയാണ്. അപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. സോ അപ്പോൾ നമ്മുടെ വിൻഡോസ് 10 അപ്ഡേറ്റ് വെർഷൻ നമ്മുടെ USB-യിൽ കയറ്റിയിട്ട് ആ USB നമ്മുടെ CPU-യിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ PC നേരെ ഓൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ PC ഓണായി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബൂട്ട് മെനുവിലോട്ട് എൻ്റർ ചെയ്യുന്നൊരു സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ. ഈ ബൂട്ട് മെനുവിലോട്ട് എൻ്റർ ആവുന്നത് പല PC-യിൽ പല ടൈപ്പ് ആയിരിക്കും. അതായത് അതിൻ്റെ മദർ ബോർഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ബൂട്ട് മെനുവിൽ എൻ്റർ ആവുന്നത്. ഇപ്പോൾ എൻ്റെ MSIയുടെ തോംഹഗ് മാക്സിൻ്റെ ആണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ ബൂട്ട് മെനു ഓപ്പൺ ആവുന്നതായിരിക്കും. ചിലപ്പോൾ F10 ആയിരിക്കും. അങ്ങനെ ചില മദർ ബോർഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബൂട്ട് മെനുവിൽ എൻ്റർ ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ USB ഇൻസേർട്ട് ചെയ്ത് USB തന്നെയാണോ ഫസ്റ്റ് കാണിക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ USB കണ്ട് ഫസ്റ്റ് അത് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഹാർഡ് ഡിസ്ക് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീ ഓർഡർ ചെയ്തിട്ട് USB ഫസ്റ്റ് ഓപ്ഷൻ കാണിക്കുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യാം. ദെൻ അവിടെ നിന്ന് നേരെ നമ്മുടെ അത് സേവ് ചെയ്യുക. അങ്ങനെ സേവ് ചെയ്തതിന് ശേഷം നമ്മുടെ USB-യിൽ ആക്കിയിട്ടുള്ള വിൻഡോസ് ഇവിടെ ബൂട്ട് ചെയ്യുന്നവർ കാണാൻ സാധിക്കും. ദെൻ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ട സ്റ്റെപ്പാണ് അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയുടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക, യുണൈറ്റഡ് സ്റ്റേറ്റ്സിത്തെ. ദെൻ നമ്മുടെ ടൈം ഇന്ത്യത്തെ ടൈം മാക്സിമം സെലക്ട് ചെയ്യേണ്ട ശ്രമിക്കുക. എന്നിട്ട് അവിടെ നിന്ന് നേരെ നെക്സ്റ്റ് അടിക്കുക. ദെൻ ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക.
അതിനുശേഷം ഒരു ആക്ടിവേഷൻ കീ അടിക്കേണ്ട ഒരു പേജാണ് വരുന്നത്. അപ്പോൾ ആക്ടിവേഷൻ കീ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനി ആക്ടിവേഷൻ കീ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ വിൻഡോസിൽ നിന്ന് നെക്സ്റ്റ് അടിക്കുമ്പോൾ ഇഷ്ടംപോലെ ഓപ്ഷൻസ് കാണാം. ഇതിൽ ഏത് വിൻഡോസാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. എന്താ പറയുക, വിൻഡോസ് 10 പ്രോ ഉണ്ട്, പ്രോ എൻ ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, എഡ്യൂക്കേഷൻ എൻ്റെ അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. വിൻഡോസ് 10 പ്രോ ആണ് ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ നിന്ന് നേരെ നെക്സ്റ്റ് അടിക്കുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതും. ദെൻ അവിടെ നിന്ന് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ലൈസൻസ് അഗ്രിമെൻ്റ് ആണ്. അവിടെ നിന്ന് ടിക്ക് കൊടുത്തിട്ട് അവിടെയും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മുടെ 2 ഓപ്ഷൻ വരുന്നത്, ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ PC-യിലുള്ള ഡാറ്റ വൈപ്പ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നതും. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ഡാറ്റ മൊത്തം കളഞ്ഞിട്ട് ജസ്റ്റ് എന്താ പറയുക ഒരു ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നത്. അങ്ങനെ 2 സ്റ്റെപ്പാണുള്ളത്. ഞാനെൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്, എനിക്ക് ഫുൾ ക്ലീൻ ആയി കിട്ടണമെന്നുണ്ട്. ദെൻ നമ്മുടെ പാർട്ടിഷൻ, ഞാൻ മുമ്പ് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ SSD ഉണ്ട്, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാതും ഡിലീറ്റ് ചെയ്യാണ്. എനിക്കെല്ലാതും ഫ്രഷ് ആയിരിക്കും. അത് തന്നെയാണല്ലോ, ജസ്റ്റ് ഒരു വിൻഡോസും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫ്രഷ് ആയിരിക്കണ്ടേ. അതിന് ജസ്റ്റ് ഒരു എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഫ്രഷ് പോലെ കാണിക്കുകയാണ്. ദെൻ നിങ്ങൾക്കിപ്പോൾ കാണാം എൻ്റെ SSDയും ഹാർഡ് ഡിസ്ക്കും അത് രണ്ടും കാണാം. ഹാർഡ് ഡിസ്കിൽ 935 GB, അതുപോലെ തന്നെ SSDയിൽ 220 സംതിങ് GB കാണാം. അപ്പോൾ നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ SSDയിലാണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്, എന്നാലും ബൂട്ടപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ഫാസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ എന്താ പറയുക SSDയിൽ വേണം വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ആ വിൻഡോ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് അടിച്ചിട്ട് അടുത്ത സെക്ഷനിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, അവിടെ നിന്ന് പോകുമ്പോൾ ഇൻസ്റ്റാളിങ് വിൻഡോസ് പറഞ്ഞ ഓപ്ഷൻ കാണാം. നമ്മുടെ ഡാറ്റ മൊത്തം കോപ്പിയും ചെയ്യാന്ന്. അപ്പോൾ ജസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സിൻ്റെ ഒരു പ്രോസസ്സാണ് ഈ ഒരു പ്രോസസ്സ്. അത് കഴിയുമ്പോൾ അത് കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ PC ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ 2-3 വട്ടമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും. നമ്മളതിനെക്കുറിച്ച് ബോധപ്പെടാവേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വിൻഡോസ് സ്റ്റാർട്ടായി വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് എ മൊമെൻറ്റ് സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ റീജിയൻ സെലക്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്ത്യ സെലക്ട് ചെയ്തിട്ട് യെസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇത് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാണ്. സെക്കൻഡറി കീബോർഡ് ലേഔട്ട് ഇല്ല, അപ്പോൾ ഞാൻ അത് ചെയ്യുന്നില്ല. ഇതിനടുത്ത് നമ്മുടെ വൈഫൈ കണക്ട് ചെയ്യുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം വൈഫൈ കണക്ട് ചെയ്യുന്നില്ല, നമുക്ക് പിന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ സ്കിപ്പ് ചെയ്യാണ്. then ഈ ഒരു വിൻഡോവും സ്കിപ്പ് ചെയ്യണം. മൈക്രോസോഫ്റ്റ് ആ കാര്യമൊന്നും ഞാൻ സൈൻ ചെയ്യുന്നില്ല, അല്ലാതെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളയാണ്. കണ്ടിന്യൂ വിത്ത് ലിമിറ്റഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്ന് ഞാൻ മൂവ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും ജസ്റ്റ് എ മൊമെൻറ്റ് ഇത് കാണിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ പേര് എൻ്റർ ചെയ്യേണ്ട ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. നമ്മുടെ PC കൊടുക്കാനുള്ള പേര് ഞാനിപ്പോൾ തൽക്കാലം ഒരു പേര് ടൈപ്പ് ചെയ്യാണ്. ദെൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ നിന്ന് ഒരു പാസ്വേഡ് സെലക്ട് ചെയ്യാനും പറയുന്നുണ്ട്, പാസ്വേഡ് ടൈപ്പ് ചെയ്യാനും പറയുന്നുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം സ്കിപ്പ് കൊടുക്കുകയാണ്, പിന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ നമ്മുടെ ഡാറ്റാസ് മൊത്തം മൈക്രോസോഫ്റ്റിന് കൊടുക്കുന്നതുകൊണ്ട് വിരോധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ തൽക്കാലം ഓഫ് ചെയ്തതാണ്. ലൊക്കേഷനും എല്ലാ കാര്യങ്ങളും ഓഫ് ചെയ്തിട്ടാണ്. നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ യു എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം എല്ലാം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കോട്ടാനെയും നോട്ടിനാവും തന്നെ ക്ലിക്ക് ചെയ്യാണ്. ദെൻ നമ്മുടെ വിൻഡോസ് ഇപ്പോൾ തന്നെ ഒരു 2 മിനിറ്റുള്ളിൽ സെറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വിൻഡോസ് 10 Pro ഇവിടെ ഓൾമോസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി വല്ല നോക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ വല്ല അപ്ഡേറ്റ്സ് ഉണ്ടോ നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റിങ്സിൽ പോയിട്ട് ചെക്ക് ചെയ്ത് അപ്ഡേറ്റ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ അപ്ഡേറ്റ്സ് വല്ലതും കാണാം. അപ്പോൾ വല്ല അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. സോ അതോടുകൂടി നമ്മുടെ സ്റ്റെപ്സ് മൊത്തം കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഈ ഒരു പ്രൊസീജർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ PC-ൽ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിൻഡോസ് 10 എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. അതിനുള്ള വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ പാർக்கலாம்.